ഈ ഭ്രാന്തിലൂടെയാണ് പലപ്പോഴും എഴുത്തും ഭാവനയും ഒക്കെ സഞ്ചരിക്കുന്നത്. ആൽഫ എന്നുള്ള നോവൽ എഴുതാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു റെയിൽവേ ഗുഡ്സ് ഗാർഡായിട്ട് ജോലി ചെയ്യുന്ന കാലത്ത് ആ ഗുഡ്സ് വാനിലിരുന്ന് ചിന്തിച്ചൊരു കാര്യം, ഒരു വൈകുന്നേരം പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യൻ പിറ്റേ ദിവസം കാലത്ത് നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ പടിഞ്ഞാറ് നിന്ന് തന്നെ ഉദിച്ചുയർന്നാൽ എങ്ങനെയുണ്ടാവും? അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ വലിയൊരു കോസ്മിക് എക്സ്പ്ലോഷൻ വേറെ എവിടെയെങ്കിലും നടക്കുന്നു, ഭൂമിയുടെ ആ ഭ്രമണം തന്നെ മറ്റൊരു ദിശയിലേക്ക് പെട്ടെന്ന് മാറിപ്പോകുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? കാലം റിവേഴ്സ് ഗിയറിലേക്ക് വരുമോ? ഒരു വിടർന്നു നിൽക്കുന്ന പൂ അല്പം മുട്ടായിട്ട് മാറുക. ഇങ്ങനത്തെ വിചിത്രമായ ചിന്തകളിൽ നിന്നാണ് അവസാനം തന്നെ ആൽഫ എന്ന് പറയുന്നത് നോവലിലേക്ക് എത്തും. ഇപ്പം എഴുത്തുകാരൻ ലോജിക്കലായിട്ടോ യുക്തിപരമായിട്ടോ അല്ല, അതിനപ്പുറത്തേക്ക് പോകുമ്പോഴാണ് ഭാവനയുടെ പല സാധ്യതകളിലേക്കും പോകും. ഇപ്പം ഏറ്റവും പുതിയ കാലത്തെ ടെക്നോളജിയുടെ ഉത്സവങ്ങളിലേക്കും ഉന്മാദങ്ങളിലേക്കും പോകുമ്പോൾ നമ്മളെപ്പോലുള്ള മനുഷ്യർ അതിനപ്പുറത്തേക്കുള്ള വഴികളിലേക്ക് സ്വാഭാവികമായിട്ടും പോകും. അതാണ് സർഗാത്മകതയുടെ രഹസ്യവും സാധ്യതയും.